ഇവരൊക്കെ എന്തിനാ ഈ ക്യൂവിനകത്ത് വന്നിരിക്കുന്നത്? അയ്യോ അങ്ങനെയൊക്കെയാ.
Very good. ഫോൺ താഴെ പോകും. ോലം തുള്ളുത്താളം ഉള്ളം കൊല്ലിക്കുന്നൻ മേലെ കാവടെ ഉള്ളവനിക്കരെ എത്തും തക്കരുത് ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളത്തേര് കാളും മഴയും പുഴയും കടന്നു പേര് വരുന്നൊരു വള്ളിപ്പേരാണ് വേഗുരുകാരോഹരാവോ വേലായുധാരോഹരാവോ വേഗുരുകാരോഹരാവോ വേലായുധാരോഹരാ സോറി അത്ര ഉള്ളൂ ബാക്കി ചങ്ങനാശ്ശേരിക്കാരുടെ ഫേവറേറ്റ് സോങ് ഏതാ? കുട്ടനാട് ആരാ ചങ്ങനാശ്ശേരി ഇതാണോ ചങ്ങനാശ്ശേരി പാത്രമാണോ ചങ്ങനാശ്ശേരി ചൈനേന്ത്യയുടെ പാട്ടാ കുട്ടനാട്. ആ കിടങ്ങറ കിടങ്ങറ ആ കിടങ്ങറ കുളനാട് കുളനാടാ. കൊള്ളാണ മോനെ ഞാൻ ഒന്ന് പൊക്കോട്ടെ അങ്ങോട്ട്. മോനെ പോണോ? കൊച്ചനെ ഇച്ചിരി പുറകോട്ട് നിർത്താമെങ്കിൽ അതെ. അവിടെ നിന്ന് വിളിയോ. കുഴപ്പമില്ല ഞാൻ നോക്കിയടാ ഞാൻ ഇവിടെ കൊടുത്തോളാം.
तेरे लिए അച്ഛന് ഞാനുണ്ട് അച്ഛനെ ഓർത്താ ഞാൻ തുടങ്ങിയത്. വെരി ഗുഡ്. ചേർത്ത് പിടിച്ചോന്നെങ്കിൽ പാട് ഞാൻ എത്ര കറക്റ്റ് ആയിട്ട് ജോസ് ഉണ്ടോ? ജോസ് പ്രാവശ്യം അല്ല, ജോസ് പണ്ടൊരു ആക്ടർ ജോസ് ഉണ്ടായിരുന്നു. അവനും സുമലതയായിരുന്നു ജോഡി. Oh,
ടീച്ചേഴ്സ് നിങ്ങൾ കുട്ടികളും നിങ്ങൾ പറയുന്ന അത് ആരുടെ കഥയാണ് ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ. ഇപ്പൊ സെല്ലി പറഞ്ഞപ്പോ എന്തെങ്കിലും പറയണ്ടേ കേട്ടോ. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അബ്രഹാം എഴുന്നേറ്റു, ഭൃത്യന്മാരിൽ രണ്ടുപേരെ വിളിച്ചവനുണർത്തി, ഭൃത്യന്മാരിൽ രണ്ടുപേരെ വിളിച്ചവനുണർത്തി. ഓമവെല്ലിട്ടുള്ള വിറക് കീറിയവൻ കേട്ടി, കണ്ണനേവൻ കടിച്ചവൻ പിന്നിൽ വെച്ചു കേട്ടി. 3 ദിവസത്തെ വാടി ദൂരെയവൻ പോയി, 3-ാം ദിനം മോറിയ മലമുകളിലെത്തി. മോറിയ മലമുകളിൽ യാഗപീഠം പണിതു, യാഗപീഠം പണിതവൻ അഗ്നിയും ഒരുക്കി. അറുപ്പാനുള്ള ആട്ടിൻകുട്ടിയെ വിടയാണപ്പ, അറുപ്പാനുള്ള ആട്ടിൻകുട്ടിയെ വിടയാണപ്പ. മകനെ ഇസാക്കു കുഞ്ഞെ ദൈവം നോക്കിക്കൊള്ളും എന്നും പറഞ്ഞും കൊണ്ടവൻ കയ്യും കാലും കെട്ടി, കയ്യും കാലും കെട്ടിയവൻ ബലിപീഠെ കിടത്തി. അരയിൽ നിന്നു പിച്ചാലത്തിയെടുത്തവനോ അന്നേരം സ്വപ്നത്തിൽ നിന്നു നിന്നൊരു ശബ്ദം. പുറകിൽ നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയായി കഴിക്കാം, ബലിയായി കഴിക്കാം. താങ്ക് യു. വയസ്സായെന്നും വെച്ചൊരു പാട്ട് ഞാൻ പാടാം. വയസ്സായി അക്കരനാട്ടിൽ പോകാറായി അന്ത്യകാലമായെന്ന് പറയുന്ന ഒരു ശീല പാടത്തുള്ളൂ. ജീസസ് കോൾസ്. ജീസസ് കോൾസ്. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു, ഉറങ്ങുന്ന സോദരരെ ഓടി വന്ന നിങ്ങൾക്ക് പ്രവേശിക്കാൻ. കപ്പലിൽ ഉറങ്ങിടുന്ന യോനയെ പോലുള്ളവരെ എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ യോനെ പോലെ ഉറങ്ങല്ലേ, മനസ്സിലായല്ലോ. So, മോളെ confirm ചെയ്തിട്ട് അതിനെ വിളിക്കാൻ പറഞ്ഞു. മോളെ ഒരാഴ്ച അറിഞ്ഞു പറഞ്ഞു ലാലി അവർ ഓക്കെ ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ 16 മണിക്കൂർ ഈ ബസ്സിൽ എങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു എനിക്ക് ഫോണിൽ 2 ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്താ, എനിക്ക് ഇയർഫോൺ ഒക്കെ കാണാൻ നോക്കി കുറെ സോങ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വന്നില്ല. പക്ഷെ ഒന്നും നോക്കേണ്ടി വന്നില്ല. Blessed. I really enjoy it. Plus, I'm very thankful that you are accommodating the other church. You know, I'm so thankful. You're Emmanuel. അറിയണ്ട. Yeah, it is well programmed and എനിക്ക് ബോറായിട്ട് തോന്നില്ല. ഗെയിംസ് നോക്കിയില്ല, പാട്ടും കേട്ടില്ല, ഫുൾ ടൈം എൻഗേജ് ആയിരുന്നു. I really enjoy it. And especially Mercy Andy song was so great. നിങ്ങളുടെയൊക്കെ praise and worship song I really enjoy it. നിങ്ങളെ പാട്ട്സ് ഒക്കെ പാടുന്നത് ഇനി ഞങ്ങളുടെ മറ്റൊക്കെ ഇങ്ങനെ പാട്ട് പാടും. ഞാൻ കുഴപ്പമുണ്ടായിരുന്നു, അതൊന്നും എൻജോയ് ചെയ്ത്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലെ എൻ്റെ ഒരു ജൂനിയർ കണ്ടുപിടി
ചിറ്റി അത് വലിയ കാര്യം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചിത്രശലഭം പോലെ ബട്ടർഫ്ലൈ ബിക്കം ബട്ടർ ഉള്ളി. നാരങ്ങ മിഠായിയെ കുറിച്ച് ഓർത്തോ? അങ്ങനെ പഴയ കാലത്ത് ഓർമ്മകളിലേക്കൊക്കെ പോവാനിടയായി. പിന്നെ സാറിന്റെ കണക്കുകളൊക്കെ ഇപ്പോഴും തലേക്കിടുന്ന് ചുറ്റുന്ന എനിക്ക് ചോദ്യങ്ങളോ അത് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും. അങ്ങനെ I really enjoyed that. It was really a blessed trip. God bless you all. It was really a blessed trip. ലാലി പഠിച്ചത് കവിയൂര അല്ലേ? ലാലി അത് കഴിഞ്ഞ് എവിടെ കോളേജിൽ പോയെ? It is ലാലിക്ക് വീട്ടിൽ പോകണ്ട. ഇല്ല ചിറ്റി പേടിക്കണ്ട. ഇല്ല ലാലി എന്റെ ഫ്രണ്ടാണ്. Thank you so much. ഏത് വർഷം പഠിച്ചേ? 79. ലാലി എൻ്റെ യങ്ങർ സിസ്റ്ററിന്റെ ക്ലാസ്മേറ്റ് ആണ്. ലാലിയെ ഞാനൊരു 18 എൻ്റെ പെങ്ങള് വലിയൊരു പഠിക്കുമ്പം ഫസ്റ്റ് ഇയർ മുതൽ എനിക്കറിയാം. ആ 4 ഇയേഴ്സിലും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ കാണാറുണ്ടായിരുന്നു. അത് എൻ്റെ പെങ്ങളുടെ കൂടെ ആണെന്നുള്ള ഒരേ ട്രെയിനിൽ ഒരേ കമ്പാർട്ട്മെന്റിൽ കയറി പോകണം. ഇല്ല അല്ല അപ്പൊ ഇന്റർവ്യൂ നമുക്ക് ഇന്റർവ്യൂ നിർത്തിക്കളയാന്നേ. അല്ല കണ്ടിന്യൂ ഉണ്ട്. ചേച്ചി പേടിക്കണ്ട. ലാലി താങ്ക്സ് ഫോർ ഷെയറിംഗ് ഓൾ ദിസ് മെമ്മറീസ്. താങ്ക് യു സോ മച്ച്. മോളി ഞങ്ങളുടെ മോളി ചേച്ചി ബാ 2 minutes. ഏതാണ്ടാണോ വന്നതെന്നൊക്കെ ഹലോ, എൻ്റെ പേര് മോളി സൈമൺ. എൻ്റെ വീട് അടിമാലിയാണ്. അത് മൂന്നാറിന്റെ അടുത്തായിട്ട് വരും. പിന്നെ എല്ലാവർക്കും അറിയാൻ ഞാനൊരു നാട്ടിലൊരു മിലിറ്ററി നേഴ്സാണ്. കേൾക്കുന്നില്ല? ആയിരുന്നു മിലിറ്ററി നേഴ്സായിരുന്നു. നമുക്കെല്ലാവർക്കും സല്യൂട്ട് കൊടുത്താലോ? അത് മിലിറ്ററി പോയാലൊരു രസമാണ്. ഞങ്ങൾ കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ BSc ചേർന്ന് BSc ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു അഡ്വൈസ്മെന്റ് കൊണ്ടുവന്ന മിലിറ്ററി നേഴ്സിങ്ങിന് ആളെ എടുക്കേണ്ടത്. അപ്പൊ ഞങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ നമുക്ക് പോകാടി നമുക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും ഇന്ത്യ മുഴുവൻ ചുറ്റാം. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ കുറെ പേര് കൂടി പ്ലാൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഇട്ടു. അതിന് ഭയങ്കര ടെസ്റ്റും കാര്യങ്ങളും ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഭയങ്കരമാണ്. എല്ലാം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പം സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല. ലക്നൌവിലാണ് നഴ്സിംഗ് സ്കൂളിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ ആദ്യമായിട്ട് കോളേജിൽ നിന്ന് പോകണം. നമുക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല. ഒരു ഹിന്ദിക്കാരി കൊച്ചിൻ്റെ കൂടെ ഇട്ടു. ഒന്നും അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. പിന്നെ കുറെ സീനിയേഴ്സൊക്കെ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. മലയാളം പറയും, ഇടയ്ക്ക് കഞ്ഞിയൊക്കെ വെച്ച് ചപ്പാത്തിയൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടോ. അങ്ങനെ അവിടെ പിന്നെ പഠിച്ച് കുറെ കഴിഞ്ഞ്
അവിടെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടുത്തെ മേട്രൻ പ്രിൻസിപ്പൾ പറഞ്ഞു ആ പുള്ളിക്കാരി ഒരു മലയാളിയായിരുന്നു. അപ്പം കേരളത്തിലൊരു നേഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ലക്നൌവിൽ ഞങ്ങൾ 50 സ്റ്റുഡൻറ്റിനെയും കൊണ്ട് 50 പേരിൽ 35 പേരെയും കൊണ്ട് ആ മേട്രും ഞങ്ങളും കൂടി ലക്നൌവിൽ നിന്ന് കേരളത്തിലേക്ക് തീവണ്ടി കയറി. ഞങ്ങൾക്കൊരു പ്രത്യേക ബോഗി. എന്നിട്ട് ഒരിടത്ത് ചെല്ലുമ്പോ പറയും ഇന്ന അടുത്തൊന്ന് വരുന്നുണ്ടെന്ന് പറയും മിലിറ്ററി. അപ്പൊ അവിടെ ഇല്ല, ഞങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് അല്ലേ. ഒരു വർഷം കഴിഞ്ഞപ്പോ ആ സ്റ്റുഡൻസിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എല്ലായിടത്തും എവിടെ ചെന്ന് ഈ ബോഗി കളക്ട് ചെയ്യും. അവിടെ ചിലപ്പോ കിടക്കും. പിന്നെ അവിടെ നിന്നെല്ലാം ഫുഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ട്രെയിനെ കയറ്റി വിടും. അങ്ങനെ സ്വീകരണമല്ല, നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവരെല്ലാം പ്രത്യേക കോച്ചല്ല. നമുക്കൊരു സ്പെഷ്യൽ കോച്ചായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ പോയി കൊച്ചിയില് 3 ദിവസം കഴിഞ്ഞ് 5 ദിവസം മറ്റാ കഴിഞ്ഞ പിന്നെ അങ്ങ് ചേർന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അവിടെ ഞങ്ങൾ ആദ്യത്തെ അവിടെ ആർമിയിലല്ലേ, അവിടെ നേവി സ്കൂളാണ്. അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ്. നേവൽ ബേസിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് നേഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ലെഫ്റ്റനന്റായിട്ട് കമ്മീഷൻ ചെയ്തു. കമ്മീഷനിങ് ഓഫീസറായിട്ട് ഇല്ല, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നെ മേജറായില്ല, ക്യാപ്റ്റനായപ്പോ ഞാൻ പോന്നു. ക്യാപ്റ്റൻ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പിന്നെ കല്യാണം കഴിച്ചു. പിന്നെ പോന്നു. അങ്ങനെ